ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ടോംബ് വാച്ചർ എന്ന് പറഞ്ഞൊരു തായ്ലൻഡ് മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ ഒരു ബിൽഡിങ്ങിന് മുകളിലിരുന്ന് അവിടെ ചുമരിലിങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ പെടുന്ന അവന്റെ ബ്രഷ് താഴേക്ക് വീഴുന്നു. അതുപോലെ പെയിന്റും കുറച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അത് വന്ന് വീഴുന്നതോ നമ്മുടെ ഹീറോയിന്റെ ദേഹത്തേക്ക്. അവിടെ നിന്നാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രണയം തുടങ്ങുന്നത്. കണ്ട സമയം മുതൽ തന്നെ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതേപോലെ തന്നെ അവരുടെ പ്രണയം ഒരുപാട് കാലമൊന്നും പോകുന്നില്ല. അതിനു മുന്നേ തന്നെ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. പിന്നീടുള്ള അവരുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. പിന്നീടുള്ള അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ഹീറോയിന് എന്തോ ഒരു അസുഖമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ മയങ്ങി വീഴും. അങ്ങനെ മയങ്ങി വീണ് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് അവൾ അങ്ങനെ തന്നെ കിടക്കും. ഇപ്പൊ കുറേ ദിവസം മയങ്ങി കിടക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സമയത്തെല്ലാം അവളെ നല്ലതുപോലെ നോക്കുന്നത് ഹീറോ തന്നെയാണ്. ഇപ്പൊ അങ്ങനെ ഒരു ദിവസം അവൾ മയങ്ങി വീഴുന്നതും അവളെ നേരെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലേക്ക് കിടത്തി. ഇപ്പൊ കാണിക്കുമ്പോൾ ഇത് സാധാരണ പോലെ അവൾ മയങ്ങി വീണതല്ല. ഇത് അവളുടെ അവസാനമായിരുന്നു. കാരണം ഇത്തവണ അവൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു ഫ്യൂണറൽ നടക്കുന്നുണ്ട് ശവപ്പെട്ടിക്കുള്ളിൽ. അവളെ അടക്കം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഹീറോ അവിടെ നിന്ന് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലി മറ്റെല്ലാവരും വന്ന് ആ ചടങ്ങെല്ലാം നല്ലതുപോലെ കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ ഹീറോയിന് ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ കുറച്ചാളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ അതിൽ ജോലി ചെയ്യുന്ന മറ്റൊരു പെണ്ണ് അവളുടെ ജോലി രാജി വെച്ച് ആ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതും കൂടാതെ അവൾ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവളുടെ വീട്ടിൽ നിന്നും അവളുടെ അമ്മ വിളിച്ചിട്ട് അവളോട് പറയാണ്, നീ എന്താ കല്യാണം കഴിക്കാതെ എന്നുള്ള രീതിയിൽ അവളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ പെണ്ണിനെ നമുക്ക് എന്തായാലും ലിന എന്ന് വിളിക്കാം. അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, എത്ര നാളെന്നും പറഞ്ഞ ഒരേ റൂമിൽ തന്നെ രണ്ടുപേരും താമസിക്കുന്നത്, പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറയുമ്പോൾ ആ അമ്മ അതുപോലെ തന്നെ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഒരു പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് അവൾ ചെല്ലുകയാണ്. അവിടെ നല്ലതുപോലെ പാർട്ടിയിൽ ആഘോഷിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൾക്ക് എന്തോ തല ചുറ്റുന്നത് പോലെ എന്തോ ഒരു കാര്യം ചുറ്റിനും നടക്കുന്നു. അപ്പോൾ കൂടെയുള്ളവർ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കാണ്. ഇപ്പൊ അവളുടെ വീട്ടിലുള്ളത് നമ്മുടെ ഹീറോ ആണ്. വേറെ ഒന്നുമല്ല, ഹീറോയി മരിച്ചതിന് ശേഷം അവളോടൊപ്പം ജോലി ചെയ്ത ഈ ഒരു പെണ്ണുണ്ടല്ലോ ലീന, അവളുമായിട്ട് ഹീറോ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ടുപേരും കല്യാണം കഴിച്ചു. എന്തു പറ്റി പെട്ടെന്ന് എഴുന്നേറ്റു, നല്ല ടയർഡാണല്ലോ, എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ലീന പറയും, ഇതുപോലെ അമ്മ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു, നമ്മുടെ രണ്ടുപേരുടെ കല്യാണക്കാരിയാണ് പറഞ്ഞത്, അതുപോലെ അമ്മയ്ക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ശരി, ഒരു ദിവസം എന്തായാലും നിന്റെ അമ്മയെ നമുക്ക് കാണാം, എന്തായാലും നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പെർമിഷനും ചോദിക്കാം, പക്ഷെ അതിനു മുന്നേ നമുക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കാറിലേക്ക് കയറി എവിടെയോ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ലിനയ്ക്കാണെങ്കിലും നല്ല സന്തോഷമുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക്. ഹീറോയിന്റെ കമ്പനിയിൽ ഇവള് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹീറോ അവളെ കാണാനായിട്ട് വരും. ആരെയാണ്? ഹീറോയിനെ. അങ്ങനെ റൂമിനകത്തേക്ക് കയറി പോയിട്ട് ഹീറോയിനെ കെട്ടിപ്പിടിക്കുന്നു. ഇവർ രണ്ടുപേരും കുറച്ച് സന്തോഷമായിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ലീനയ്ക്ക് കണ്ടിട്ടൊട്ട് സഹിക്കുന്നില്ല. കാരണം അവൾ വൺ സൈഡായിട്ട് ഹീറോയെ ഇഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാണിക്കുമ്പോഴാണ് ലീന ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ കുറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിൽക്കും. ബാക്കി എല്ലാവരും നേരത്തെ തന്നെ പോയിരുന്നു. അപ്പോഴാണ് മുകളിൽ നിന്ന് ഹീറോ അവളെ വിളിക്കുന്നത്, ഹേയ് മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞിട്ട്. വേറെ ഒന്നല്ല, ഇവരുടെ ഓഫീസും വീടും എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഹീറോ പറയും, മുകളിലേക്ക് വാ, എനിക്കും വെളിയിലേക്ക് പോകണം, മഴ കഴിഞ്ഞാൽ പോകാനായിട്ട് നിൽക്കാണ്, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് അവളെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവൾക്ക് ഇടാനായിട്ട് ഡ്രസ്സെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ഹീറോ നേരെ ഹീറോയിന്റെ വക്കീലിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. അപ്പോഴാണ് ആ വക്കീൽ ഒരു പേപ്പർ കൊടുക്കുന്നത്. അതിലെന്തോ ഒരു വ്യവസ്ഥ ഹീറോയിൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ള കാര്യം അവനോട് പറഞ്ഞ് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നല്ലതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കണം, പിന്നീട് വന്ന് ഞങ്ങളോട് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ രണ്ട് വക്കീലന്മാരും ആ പേപ്പർ അവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവനത് വലിയ രീതിയിൽ വായിക്കാതെ അതും എടുത്തിട്ട് നേരെ കാറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ലിന ചോദിക്കുന്നത്, അല്ല ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഇവര് രണ്ടുപേരും ഹീറോ പറഞ്ഞ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇപ്പൊ ഈ സിറ്റി വിട്ട് കുറെ ഉള്ളിലേക്ക് ഒരു ഗ്രാമത്തിനുള്ളിലേക്കാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. തായ്ലൻഡ് അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ മൂവീസിൽ കാണാത്തൊരു സീൻ പോലെയല്ലേ? ഓക്കെ, അതെന്തായാലും എല്ലാ മൂവിയിലും ഉള്ളതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കുറെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഗ്രാമത്തിനുള്ളിൽ എന്തോ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ആളുകൾ റോഡിന് നടുവിലൂടെ മുറിച്ചിങ്ങനെ കടന്നു പോകുമ്പോൾ ഹീറോ കാർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നല്ലതുപോലെ ഹോൺ അടിക്കും. കാരണം അവൻ ഈ ഒരു വിശ്വാസങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ലിന പറയുന്നുണ്ട്, ഇല്ല അവർ പോട്ടെ എന്ന് പറയുമ്പോൾ അവർ പോകുന്നത് വരെ പിന്നെ വെയിറ്റ് ചെയ്ത് പോകുന്ന സമയത്താണ് അതിലൊരുത്തൻ ഇവരെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്ത ഹീറോ വീണ്ടും കാർ എടുത്ത് അവിടെ നിന്നും കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുന്നതും ഒരു മരം കൊണ്ടുണ്ടാക്കിയൊരു വീട്, അതേപോലെ തന്നെ നല്ല കാണാൻ ഭംഗിയുള്ള ഒരൊറ്റപ്പെട്ടൊരു വീടാണിത്. അങ്ങനെ അവിടേക്ക് അവളെ കൊണ്ട് ഇറക്കിയിട്ടാണ് പറയുന്നത്, ദേ ഈ വീട്ടിലാണ് ഇനി നമ്മൾ കഴിയാൻ പോകുന്നത്. അതേപോലെ തന്നെ വീടിന് മുന്നിലായിട്ട് ബോൺസായി മരം ഉണ്ടല്ലോ,
അതുപോലെ തന്നെ ഒരു വലിയ മരമുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ രണ്ടുപേരും അവസാനം വരെ ജീവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ലീനയ്ക്ക് അത് കേട്ട് നല്ല സന്തോഷമായി. അങ്ങനെ വീടിനകത്തേക്ക് കയറിയ ലീനയ്ക്കാണെങ്കിലോ അതെല്ലാം കണ്ട് നല്ല സന്തോഷം. കാരണം ഇതുപോലൊരു ജീവിതം അവൾ ഒരിക്കലും ചിന്തിച്ചു പോലും കണ്ടിട്ടില്ല. അപ്പോഴേക്കാണ് ഹീറോ പറയുന്നത്, ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്, അതേപോലെ തന്നെ അടുത്തായിട്ട് മറ്റൊരു ചെറിയ ബെഡ്റൂം ഉണ്ട്. അത് വേറെ ഒന്നല്ല, ഇനി ഭാവിയിൽ നമുക്ക് കുട്ടികൾ ജനിക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയിൽ ഇവർ കഴിക്കാനായിട്ട് റെഡി ആകുമ്പോഴത്തേക്കാണ് വീടിന് വെളിയിൽ ആരോ നിന്ന് എന്തോ ബഹളം വെക്കുന്നു. ലീന വന്ന് നോക്കുമ്പോഴത്തേക്ക് എന്തോ മന്ത്രവാദം ചെയ്യുന്നത് പോലെ. ലീന പെട്ടെന്ന് ഹീറോയെ വിളിച്ചിട്ട് അത് വന്ന് നോക്കാൻ പറയുമ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് നേരെ ഒരു തോക്ക് എടുത്തുകൊണ്ട് വന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവരിവിടേക്ക് വരുന്ന സമയത്ത് ഈ റോഡിലൂടെ കുറെ ചടങ്ങുകളൊക്കെ ചെയ്ത് ഒരുപാട് പേര് പോയല്ലോ. അതിലൊരുത്തന്നെ ഇവരെങ്ങനെ സൂക്ഷിച്ച് നോക്കുകയും ചെയ്തു. അവനാണ് ഈ വീടിന് മുന്നിൽ വന്നിട്ട് വീടിന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം അവൻ കണ്ടിട്ടുണ്ട്. ഇനി പ്രേതവും മറ്റോ ആണോ അറിയത്തില്ല. അങ്ങനെ അവൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് തോക്ക് കൊണ്ടൊന്ന് കാണിച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. പിന്നീട് ലീന കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ബാത്റൂമിലാണ് അവൾ കിടക്കുന്നത്. കുറേ നേരം അങ്ങനെ തന്നെ കിടന്ന് പാതിയെ ഈ വെള്ളത്തിലേക്ക് മുങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. വെള്ളത്തിനടിയിൽ ചെല്ലുമ്പോൾ വെളിയിൽ എന്തോ ഉള്ളതുപോലെ പെട്ടെന്ന് അവള് കണ്ണു തുറന്ന് നോക്കുമ്പോ ആഹാ കാണിക്കുമ്പോ ദേ ഇതുപോലൊരു പ്രേതം അതിന് മുകളിൽ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നതും എന്തായാലും ചിലപ്പോൾ അത് തോന്നിയതായിരിക്കും എന്നുള്ള രീതിയിൽ അവൾ ആകെ ഡിസ്റ്റർബ് ആയിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് അവളെ കിടക്കാനായിട്ട് വിളിക്കും. ഓക്കെ നിങ്ങൾ പോയിക്കോ, ഞാൻ വരാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ലീന കിടക്കാനായിട്ട് പോവാണ്. അങ്ങനെ കട്ടിൽ വന്ന് കിടക്കുമ്പോഴത്തേക്കാണ് ഹീറോ അടുത്തോണ്ട് വന്ന് നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. കൈകൊണ്ട് ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട്. അവനെ കാണാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് വീടിനകത്തെല്ലാം ചുറ്റി നോക്കുമ്പോൾ ഹീറോയെ എവിടെയും കാണുന്നില്ല. ചേട്ടാ ഇവനെവിടെ പോയെന്ന് പറഞ്ഞിട്ട് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെയില്ല. അങ്ങനെ പതിയെ വീടിന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ വീടിനടുത്തായിട്ട് തന്നെ മറ്റൊരു ചെറിയ വീട് പോലെയുണ്ട്. അത് ഇവരുടെ തന്നെയാണ്. അപ്പൊ അതിനകത്ത് എന്തോ വെളിച്ചം കണ്ടിട്ട് ലീന നേരെ അതിനകത്തേക്ക് നടന്നു പോകും. അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ. അതെല്ലാം കണ്ടിട്ട് അതിനകത്ത് മറ്റൊരു റൂമുണ്ട്. ഇത് തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് വേറൊന്നല്ല. ആ ഹാളിന് നടുവിലായിട്ട് ഒരു ഫ്രീസർ പെട്ടിയുണ്ട്. അതിനകത്ത് മരിച്ചുപോയ ഹീറോയിന്റെ ശരീരം വെച്ചേക്കാണ്. ഇത് കണ്ട ലീന ഒരു നിമിഷം പേടിച്ചങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് ഹീറോ അടുത്തേക്ക് വന്നിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തും. എല്ലാം ഞാൻ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ അവൾ പറയുമില്ല, എന്നെ വീട് എന്താ ഈ ചെയ്യുന്നേ, എന്താ ഇതെല്ലാം, എന്തിനാ അവളുടെ ശരീരം ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നേ, ഇതെല്ലാം കത്തിച്ചളയോ കുഴിച്ചു മൂടുകയോ എന്തെങ്കിലും ചെയ്തൂടെ എന്നെല്ലാം പറയുമ്പോഴാണ് ഹീറോ ഒരു കാര്യം പറയുന്നത്. അവൻ ആ വക്കീലുമാരെ ഒരു പേപ്പർ കൊടുത്തിരുന്നല്ലോ, അതിൽ എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അവള് മരിച്ചതിന് ശേഷം ഒരു 100 ദിവസം ഹീറോയിനോടൊപ്പം ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവളുടെ ശരീരം ഇതുപോലെ കത്തിച്ചളയാനോ കുഴിച്ചുമൂടാനോ കഴിയത്തുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ അവന് ഹീറോയിന്റെ സ്വത്തുകളെല്ലാം കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സ്വത്തുകൾ കിട്ടത്തില്ല, അത് അനാഥാലയങ്ങളിലേക്ക് പോവും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴാണ് ലീന ഓക്കെ ഒരു 100 ദിവസമല്ലേ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ക്യാമറ നേരെ തിരിഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് കാണിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതില് ഹീറോയിന്റെ ഒരുപാട് ചിത്രങ്ങൾ അവളുടെ ഓഫീസിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം ഹീറോയിൻ ആ ഓഫീസിനകത്തേക്ക് കയറി വരുന്നത്. ഹീറോയെ നോക്കിയാണ് വരുന്നത്. പെട്ടെന്ന് അതിനുള്ളിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അതെന്താണെന്നറിയാൻ വേണ്ടി അവൾ പതി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ജീവനോടുള്ള ആ സമയത്ത് തന്നെ ലീനയും ഹീറോയും തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ രണ്ടുപേരും റൂമിനകത്ത് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം കാണുന്നതും ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഹീറോയിൻ എങ്ങനെയുണ്ടാവും അത് ഇതുകൂടി കണ്ട് നല്ല രീതിയിൽ ഷോക്കായിട്ട് അവൾ ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ കരയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ നേരെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി അവൾ ചോദിക്കത്തില്ല. പകരം നീ ഇപ്പോൾ പഴയതുപോലെയല്ല, നല്ല മാറുന്നുണ്ട്, എന്തു പറ്റിയെന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ തുറന്നങ്ങനെ ഒന്നും പറയത്തില്ല. ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ അവനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അവൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതിനൊന്നും കാരണം ഞാനല്ല, വീടും ഓഫീസും ഒരേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഇതിനകത്ത് തന്നെ എപ്പോഴും കഴിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളെ കൊണ്ട് അത് കഴിയത്തില്ല, അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ മാറിയത് എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. എന്നിരുന്നാലും അവൻ ചെയ്ത തെറ്റുണ്ടല്ലോ അതൊരിക്കലും അവളോട് പറയത്തില്ല. അപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഴയതുപോലെ തന്നെ ആവാം, നിനക്കൊരിക്കലും ഇനി ഇതിനകത്ത് തനിച്ചാണെന്നുള്ള രീതിയിൽ ഒരു ഫീലിംഗ് ഉണ്ടാവത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഹീറോയിൻ അവനെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇത് വേറൊരു സ്ഥലമല്ല, ഹീറോയിൻ ലെന ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ അവിടേക്കാണ്. സത്യത്തിൽ ഈ ഒരു വീട് ഹീറോയിന്റെ ആണ്. അതുമല്ലാതെ ആ വീടിന് പുറത്തുള്ള ഒരു വലിയ മരം ഉണ്ടല്ലോ, ആ മരത്തിന് ഹീറോയിന്റെ പേരാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അവൾ പറയും ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞായാലും ഈ മരം വളർന്നുകൊണ്ടേയിരിക്കും, എൻ്റെ പേരെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവും. അതേപോലെ തന്നെ 2 ബെഡ്റൂം, പിന്നെ ഒരു ചെറിയ ബെഡ്റൂം, ഇതെല്ലാം ഉണ്ട്. കാരണം ഭാവിയിൽ നമുക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കഴിയാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാം ഇതിനു മുന്നേ ഹീറോ പറഞ്ഞ സെയിം ഡയലോഗ് തന്നെ അവളും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ അത്രയും ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ഒരു വീടുണ്ടല്ലോ അതിനകത്താണ് ഹീറോയും
അതേപോലെ തന്നെ ലീന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണു ഇപ്പൊ കഴിയുന്നത് അതും വളരെ സന്തോഷമായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ രണ്ടുപേരും എഴുന്നേറ്റ് ഇപ്പൊ പാചകം ചെയ്യാണ്. ഹീറോ മറ്റൊരു വശത്തും ലീന കിച്ചണിൽ നിന്ന് പച്ചക്കറികളെല്ലാം അരിയുന്നു. അങ്ങനെ അരിയുന്ന സമയത്താണ് അവളുടെ പിറകിലൂടെ ഒരു പ്രേതം വരുന്നു. അത് വേറെ ആരുമല്ല, ഹീറോയിന്റെ പ്രേതമാണ്. എന്നിട്ട് അങ്ങനെ വന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ആ കത്തി കൊണ്ട് അവളുടെ കയ്യിലേക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് വെട്ടുമെന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ ഹീറോ നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതും അപ്പോഴാണ് ലീന നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ലീനയെ വിളിച്ചിട്ട് ബാ നിനക്കൊരു വ്യൂ പോയിന്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ച് മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് വന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഈ ഒരു സ്ഥലം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഈ മലയുടെ മുകളിൽ നിന്നും ഇവരുടെ വീടും കാണാൻ കഴിയുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ലീന പറയുന്നത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ വീടിന്റെ മുന്നിലുള്ള മരമില്ലേ അതെനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അത് നിങ്ങളുടെ ഭാര്യയുടെ പേരിലുള്ള ആ മരം എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും ഒരു മരമല്ലേ, അത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു മരം, അത് നിന്റെ പേരില്ലേ, അത് നമുക്ക് ഉടനെ തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ സാധാരണയായിട്ട് തന്നെ പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ച് ആ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീടിനകത്ത് ഹീറോയിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഹീറോ വരച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട ലീന അതിലൊരു നല്ല ചിത്രം കണ്ടിട്ട് ഇതുപോലെ തന്നെ എന്റെ ഒരു ചിത്രം കൂടി നീ വരയ്ക്കണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും അതിനെന്താ വരയ്ക്കാന്ന് പറഞ്ഞ് അവളെയും കൂടി ഒരു പുഴയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ ആ ഒരു പാറപ്പുറത്തിരുത്തി അവൻ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങാണ്. അവളാണെങ്കിലും നല്ലതുപോലെ പോസ് എല്ലാം ചെയ്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹീറോ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിൽ എന്തോ അനങ്ങുന്നത് പോലെ അത് നമുക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പെട്ടെന്നാണ് ഹീറോയുടെ മുഖമെല്ലാം മാറിയിട്ട് പതിയെ വരച്ചുകൊണ്ടിരിക്കുന്നവൻ പെട്ടെന്ന് വരയ്ക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട ലീനയ്ക്ക് എന്താണ് സംഭവിക്കുന്ന അറിയുന്നില്ല. അവൾ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചേ. അവൻ വരച്ച ആ ചിത്രം നോക്കുമ്പോൾ അവൻ ഇത്രയും നേരം വരച്ചത് ലീനയുടെ ചിത്രമല്ല, അത് ഹീറോയിന്റെ ചിത്രമായിരുന്നു. ചിത്രമെന്നല്ല, അവളുടെ മുഖം മാത്രമാണ് മാറ്റി വരച്ചത്. ഇത് കണ്ട ലീനയ്ക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് അപ്പൊ നിന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ അവൾ പോയിട്ടില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇല്ലില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിൽ അവനോടുള്ള ആ ഒരു ദേഷ്യമെല്ലാം മാറ്റിവെച്ച് അവനിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നിന്റെ പഴയ ഭാര്യയെ പോലെ എനിക്ക് ഉണ്ടാക്കാനൊന്നും കഴിയത്തില്ല, എന്നെ കൊണ്ട് കഴിയുന്ന ടേസ്റ്റിലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നീ ഇപ്പോഴും അത് വിട്ടില്ലേ, അവളോടൊപ്പം എന്നെ കമ്പയർ ചെയ്യുന്നതെന്ന് നിർത്ത്. ഒരു 100 ദിവസം മാത്രം നീ സഹിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. ആ സ്വത്തെല്ലാം കിട്ടി, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീട് പണം ബാക്കിയൊന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് പ്ലീസ് ഇനി വഴക്കുണ്ടാക്കരുത്, ഈ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിൽ ഇവർ രണ്ടുപേരും കുറച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഈ വീടിന് വെളിയിൽ കാണിക്കുമ്പോൾ വീടിനകത്ത് എന്തോ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്ന് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളിൽ കാണിക്കുമ്പോൾ ലീന കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഹീറോയിന്റെ പ്രേതം ഉണ്ടല്ലോ അത് വന്നിട്ട് അവളുടെ ദേഹത്തെ ഇങ്ങനെ പിടിക്കുന്നു. ആദ്യം ഒരു കൈയാണ് കാണിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് പല കൈകൾ ആ കട്ടിലിന്റെ പല ഭാഗത്തു നിന്നും വന്ന് ലീനയെ അങ്ങനെ പിടിച്ച് കട്ടിലിനുള്ളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നതും അത് സ്വപ്നമായിരുന്നു. സ്വപ്നമാണോ? ഹീറോ അടുത്തുണ്ടോന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും അടുത്തതേ ഹീറോയിന്റെ പ്രേതം. ഇത് കണ്ട ലീന പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് കട്ടിൽ നിന്ന് ഉരുണ്ട് നേരെ താടിക്കൊന്ന് വീഴും. അപ്പോഴാണ് ഹീറോ എഴുന്നേറ്റ് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് അവളെ എടുത്തിങ്ങനെ മടിയിലേക്ക് ഇരുത്തുന്നതും അവൾ ആകെ പേടിച്ചു പോയി. അവളെ സമാധാനപ്പെടുത്തി അത് കഴിഞ്ഞ് രണ്ടുപേരും നേരെ ഹാളിലേക്ക് വന്നിട്ട് അവളെ മടിയിൽ തന്നെ കിടത്തി അവളെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്, അതും TV എല്ലാം കണ്ടിട്ട്. അപ്പോൾ ലീന പറയുന്നുണ്ട് എനിക്കിവിടെ നിന്നിട്ട് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല, കാരണം നിങ്ങളുടെ ഭാര്യയുടെ പ്രേതത്തെ ഞാൻ പലതവണ കണ്ടു എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനത് വലിയ കാര്യമാക്കുന്നില്ല. അപ്പോഴാണ് ലീന പറയുന്നത് നമുക്ക് പണവും വേണ്ട വേറെ ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു ഡെഡ് ബോഡി അത് കത്തിച്ചു കളയെന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ലില്ല ഇനി കുറച്ച് ദിവസം കൂടി ഇല്ലല്ലോ, എന്തായാലും ഒന്ന് ക്ഷമിക്കേ, അത്ര ദിവസം കൂടി കഴിഞ്ഞാലേ നമുക്ക് എന്തായാലും പണം കിട്ടും. ഈ പണം ഇല്ലാന്നുണ്ടെങ്കിലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്കും ജോലിയില്ല എനിക്കും വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എന്തായാലും നമ്മൾ ക്ഷമിച്ചേ മതിയാവൂ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവസാനം വരെ നല്ലതുപോലെ ജീവിക്കാൻ കഴിയൂ എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഇപ്പോൾ മറുവശത്തുള്ള ആ ഒരു വീടുണ്ടല്ലോ അതിനകത്താണ് ഹീറോയിന്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉള്ളത്. അതിലൊരു ചിത്രത്തിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയിന്റെ ഗോസ്റ്റ് ഇതെല്ലാം കണ്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അത് നല്ല ദേഷ്യം കണ്ണിൽ നിന്നിപ്പോൾ ചോരയെല്ലാം താഴേക്ക് വീഴുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് ഹീറോ ഇവളെ ചതിക്കുന്ന കാര്യം കണ്ടല്ലോ, അത് കണ്ട് ഹീറോയിൻ പടിക്കലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വെച്ച് അവൾ ബോധമില്ലാതെ വീണിരുന്നു. അതുമല്ല ഹീറോയിൻ ഇതുപോലെ ഈ മയങ്ങി വീണ് കഴിഞ്ഞാൽ ഒരുപാട് നാളിങ്ങനെ ഉറങ്ങിക്കിടക്കുമല്ലോ, ആ ഒരു അസുഖം വന്നത് തന്നെ ഈ കാര്യം കണ്ടതിന് ശേഷമാണ്. അതിനുശേഷം ഒരുപാട് തവണ ഹീറോയിൻ ഇതുപോലെ മയങ്ങി വീഴും, അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലൊക്കെയാണ് കണ്ണുറക്കുന്നത്. ആ സമയത്തെല്ലാം അവളെ നല്ലതുപോലെ നോക്കുന്നത് ഹീറോ തന്നെയാണ്. അങ്ങനെ ഹീറോയെ മയങ്ങി കിടക്കുന്ന ഒരു ദിവസം ലീനയുണ്ടല്ലോ ഹീറോയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരും. അപ്പോഴേക്കാണ് ഹീറോ പറയുന്നത് നീ എന്താ ഈ സമയത്ത് വീട്ടിലേക്ക് വന്നേ, അവൾ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അവർ മയങ്ങി കിടക്കുകയല്ലേ, ഇനി ഞാൻ വന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ഇല്ലല്ല നിൽക്കുന്നെന്നും പറഞ്ഞിട്ട്
ഹീറോയിൻ ഉള്ളപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും പല കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയിൻ ഇപ്പോൾ ലിനയെ കാണുമ്പോൾ അത്രയും ദേഷ്യവും അതേപോലെ തന്നെ അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം തന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണ് തന്നെ തന്റെ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഹീറോയിൻ എങ്ങനെയുണ്ടാവും? അതുപോലെ ലിനയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. അവൾ ടെറസിന് മുകളിൽ പോയിട്ടാണ് എപ്പോഴും സിഗരറ്റ് വലിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഒരിക്കലും സിഗരറ്റിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. അവൾ അതുകൊണ്ട് തന്നെ ടെറസിന് മുകളിലേക്ക് പോകത്തുമില്ല. പക്ഷെ ഇന്നൊരു ദിവസം ലീന അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ ഹീറോയിൻ മുകളിലേക്ക് പോവും. എന്നിട്ടാണ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്നൊരു കാര്യം പറയുന്നത്. ഇത് നിർത്തിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് മരിക്കും എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവളോട് പറയാണ്. വേറൊന്നല്ല, അവളുടെ ഭർത്താവിനോടുള്ള ആ ഒരു റിലേഷൻ അത് നീ നിർത്തിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ മരിക്കോ എന്നുള്ള രീതിയിലാണ് ഹീറോയിൻ പറയുന്നത്. എന്നിട്ട് ഓക്കെ എത്രയും പെട്ടെന്ന് നിർത്താൻ നോക്കുമെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് തിരിയുമ്പോഴത്തേക്കും ലീന പെട്ടെന്ന് ഹീറോയിനോട് പറയും, അതെ ഒന്ന് നിൽക്കാവോ, എന്നെ വന്ന് ഉപദേശിക്കുന്നതിന് പകരം നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് അടക്കി നിർത്താൻ നോക്ക്, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത്. ഇത് കേൾക്കുന്ന ഹീറോയിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവള് ഒന്നും മിണ്ടാതെ തിരിച്ചു വരും. ഓക്കെ, ഒരു വിധത്തിൽ ലീന പറഞ്ഞത് കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടാണ് ഹീറോയെ വിളിച്ചിട്ട് ഹീറോയിൻ ഒരു സിഗരറ്റ് എടുത്ത് കാണിച്ച്, നിങ്ങളുടെ ഡ്രോയിങ് റൂമിലെ ഈ ഒരു സിഗരറ്റ് കിട്ടി, ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ഇട്ടതായിരിക്കാം എന്ന് പറയുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, എടാ നിനക്ക് ഞാൻ പലതവണ അവസരം തന്നു, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് ഒരു നല്ല ജീവിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ, പക്ഷെ നീ എത്ര പറഞ്ഞിട്ടും ഒരു മാറ്റവുമില്ല, നീ ചെയ്യുന്ന തെറ്റ് അതെന്താണെന്ന് എന്നോട് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നത് ഹീറോ പെട്ടെന്ന്, ഇല്ലില്ല നീ എന്തായാലും വഴക്കിടാൻ പോകുന്നു, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവ റൂമിലേക്ക് നടക്കുമ്പോൾ ഹീറോയിൻ പറയും, അതെ നിനക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല, പക്ഷെ എന്നെ നീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാലേ നിനക്ക് ജീവിക്കാൻ വേറൊരു മാർഗം ഉണ്ടാവത്തില്ല. കാരണം ഈ സ്വത്തും കാര്യങ്ങളും എല്ലാം എന്റേതാണെന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ അത് ശരിയാണ്. ഹീറോയ്ക്കാണെങ്കിൽ വേറെ വരുമാനമോ അല്ലെന്നുണ്ടെങ്കിൽ സ്വത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട്, ഇപ്പൊ എന്നെ വിട്ട് പോകാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ, ഒരു കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറയുമ്പോൾ അവൻ ഇപ്പോൾ തിരിച്ചു പറയും, ഓക്കെ ഒരു ചെറിയ റൂമിൽ വേണമെങ്കിൽ എനിക്ക് താമസിക്കാൻ കഴിയും, പക്ഷെ നിന്റെ ഈ മയങ്ങി വീഴുന്ന അസുഖം അങ്ങനെ നിനക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ആര് സംരക്ഷിക്കും? അതുകൊണ്ട് നിനക്ക് എന്റെ സഹായം വേണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, നീ എന്നെ ചതിച്ചവനാണ്, എനിക്ക് നിന്നോടൊപ്പം കഴിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ നടന്നു പോകുമ്പോൾ ആ സമയത്ത് തന്നെ അവൾ ബോധമില്ലാതെ താഴേക്ക് വന്ന് വീഴുന്നു. ഇപ്പൊ താഴേക്ക് വീണിട്ട് അവൾക്ക് ശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവൾ ഇവിടുന്ന് സഹായത്തിനായിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ പറയുന്നത്, ഓ നീയല്ലേ പറഞ്ഞേ എന്റെ സഹായം ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന്, നോക്കട്ടെ നീ എങ്ങനെയാ ജീവിക്കുന്നത് നോക്കട്ടെ എന്ന് പറയുന്നത്. ഹീറോയിൻ ഇപ്പോൾ പതിയെ തിരിഞ്ഞ് ആ ഒരു കട്ടിലേക്ക് കയറി ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാന്ന് പറഞ്ഞിട്ട് കട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾ അപ്പോഴും തിരിഞ്ഞ് അവനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ അപ്പോഴും അത് കാര്യമാക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ കിടന്ന് അവസാന ഹീറോയിന്റെ ഹൃദയം നിലച്ച് അവൾ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സത്യത്തിൽ ഹീറോയിൻ മരണപ്പെട്ടത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും ലിന്നിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ ഈ സത്യങ്ങളൊന്നും അറിയാതെ ഹീറോയിന്റെ ആ ഒരു ശവപ്പെട്ടി ഉണ്ടല്ലോ അതിന് മുന്നിൽ നിന്ന് അവളെ ഇങ്ങനെ നോക്കുകയാണ്. അതേപോലെ തന്നെ അവൾക്ക് ഇഷ്ടമല്ലാത്ത ആ ഒരു സിഗരറ്റും വലിക്കുന്നുണ്ട്. അത് വലിച്ചു കഴിഞ്ഞ് ആ കണ്ണാടി കൂഴിന് മുകളിൽ അവളുടെ തലയിലായിട്ട് അതിങ്ങനെ കുത്തി അണക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും? അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ലിന്നും ഹീറോയും മദ്യം എല്ലാം കഴിച്ചിട്ട് വീടിനകത്ത് ഡാൻസ് എല്ലാം ചെയ്ത് നല്ല സന്തോഷമായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം കണ്ട് വിളിയില്ല ആ ജനാലയുടെ അടുത്ത് ഹീറോയിന്റെ പ്രേതമുണ്ട്. അപ്പോൾ ഇത് കണ്ട ലീന പേടിച്ച് ഹീറോയെ വിളിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അടുത്ത് നിന്ന് കളിക്കുന്നത് ഹീറോ അല്ല, ആ പ്രേതമായിരുന്നു. അങ്ങനെ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ ശ്രമിക്കുന്നതും ഇവൾ അലറി വിളിക്കുമ്പോഴത്തേക്കാണ് ഹീറോ, ഏയ് എന്തു പറ്റി, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പറയുമ്പോൾ അവൾക്ക് സത്യത്തിൽ ഇതെല്ലാം തോന്നിയതാണ്. അപ്പോൾ ഇതുപോലെയാണല്ലോ പ്രേതങ്ങള്, പതിയെ പതിയെ ഇവരെ ഇങ്ങനെ പേടിപ്പിച്ചായിരിക്കും കൊല്ലാൻ പോകുന്നത്. ഇതെല്ലാം ചെയ്തത് നിങ്ങളുടെ ഭാര്യയുടെ പ്രേതമാണ് എന്ന് ഹീറോയോട് പറയുമ്പോൾ അവൻ ഇതുമെല്ലാം കേൾക്കൂ. അപ്പോൾ ലിനയ്ക്ക് മനസ്സിലായി എന്തായാലും അവളെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഈ പ്രേതം സമ്മതിക്കത്തില്ല എന്നുള്ള ആ ദേഷ്യത്തിൽ നേരെ ഹീറോയിൻ അടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു പെട്ടിയുണ്ടല്ലോ അത് ഒരു വലിയ താടി കൊണ്ടുവന്ന് അടിച്ചടിച്ചങ്ങ് പൊട്ടിക്കും. അപ്പോൾ ഈ ശരീരം അഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു നൈട്രജൻ ഗ്യാസ് അതും അടിച്ചങ്ങ് പൊട്ടിക്കുന്നതും ഇനിയിപ്പോൾ ഈ ഗ്യാസ് ഇല്ലാതെ ഒരിക്കലും ആ ഡെഡ് ബോഡി അഴുകാതെ സൂക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോഴാണ് ഇതെല്ലാം കണ്ട ഹീറോ ഓടി വന്നിട്ട് നിനക്കത് ഭ്രാന്ത് പിടിച്ചോ നിർത്താൻ പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുമ്പോൾ ലീന പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇപ്പോഴും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ഭാര്യയെ സംരക്ഷിക്കണം, അതല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, അനങ്ങാൻ പോലും കഴിയാത്തൊരു ശരീരം, അത് ശവശരീരം, അത് വന്നിപ്പോൾ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്, പ്രേതം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഭ്രാന്ത് പിടിച്ച് ഓരോ കാര്യങ്ങൾ പറയാതെ ഞാൻ ഇതെല്ലാം സഹിച്ചു പിടിച്ച് ഇവിടെ നിൽക്കാൻ കാരണം എന്താ, നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നീ അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല എന്നെല്ലാം അവൻ സമാധാനപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ജനാലയുടെ പുറകിലും ഹീറോയിന്റെ പ്രേതം വന്ന് നിൽക്കുന്ന കണ്ട് ലീല പെട്ടെന്ന് കൈ കാണിച്ചിട്ട് വീണ്ടും ഒരു വഴക്ക് കൂടി. അന്ന് രാത്രി ഇവർ രണ്ടുപേരും കുറെ മദ്യപിച്ചിട്ട് കിടന്നുറങ്ങാണ്.
ഇവിടെ ഹീറോയിനൊക്കെ എടുത്തിരിക്കുന്ന ആ ഒരു പെട്ടിയാണെങ്കിലോ അതും പൊട്ടി ഇങ്ങനെ തുറന്നു കിടക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം നല്ലതുപോലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം തന്നെ രണ്ടുപേരും കണ്ണു തുറക്കുന്നുണ്ട്. അങ്ങനെ കണ്ണു തുറന്ന ലീന പതിയെ എഴുന്നേറ്റ് ആ ഒരു വീടുണ്ടല്ലോ അടുത്തുള്ള ആ വീട്ടിലേക്കാണ് നോക്കുന്നത്, എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, അവൾ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴും. അതുപോലെ താഴെ വീണവൾ ചുറ്റും നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം അവളുടെ കാലിൽ പിടിച്ച് അവളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുന്നില്ല. സത്യത്തിൽ ഇന്നലെ അവൾ ആ ഒരു ശവപ്പെട്ടി അടിച്ച് തകർത്തത് കൊണ്ട് തന്നെ ഹീറോയിന്റെ ഗോസ്റ്റിന് കുറച്ചുകൂടി പവർ കൂടിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ അത് അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ലിനയെ വലിച്ചെടുത്തിട്ട് പോകുന്നതും ഇവൾക്കാണെങ്കിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലും കാര്യം കിട്ടിയല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ പഠിക്കട്ടില്ലേ ഒരു തടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും. പ്രേതമാണെങ്കിൽ വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവളുടെ കൈ പതിയെ പതിയെ വിടുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു കാര്യം, അടുത്ത പിടിയിലാണെങ്കിൽ നല്ല മൂർച്ചയുള്ള ആടി തറച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ഹീറോയിന്റെ പ്രേതം പിടിച്ച് വലിക്കുന്നതും അവള് പെട്ടെന്ന് ജീവൻ രക്ഷിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആ ഒരു ആണിയിൽ കയറി പിടിക്കുന്നു. കൈ തറച്ച് കീറുന്നുണ്ട്. എന്നിരുന്നാലും അവളെ വലിച്ച് ആ ഒരു ആണിയും വലിച്ചു കീറി. എന്നിട്ട് അവളെ വലിച്ച് ആ ഒരു പടിക്കലിൽ നിന്ന് താഴേക്കിടും. താഴേക്ക് വീഴുമ്പോൾ അവളുടെ കൈയും മുറിഞ്ഞിട്ടുണ്ട്, മൂക്കും പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ വായുണ്ടല്ലോ ആ കവിളുകൾ രണ്ടും ഉള്ളിലേക്ക് ഒട്ടിയതുപോലെ എന്താണെന്ന് കാണിക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് പല്ലിളകി താഴേക്ക് വീഴാണ്. ഇതുകൂടി ആവുന്നത് ലിന എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് അവിടുത്തെ കത്തിയെടുത്ത് അങ്ങനെ ആ ഒരു പ്രേതത്തെ കുത്താനായിട്ട് വരുന്നതും അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നു. ആരാന്ന് വെച്ചാല് അത് ഹീറോ. എന്താണെന്ന് കാണിക്കുമ്പോൾ ലീനയുടെ കയ്യിൽ അങ്ങനെ ഒരു കത്തിയും ഇല്ല, അവളുടെ മുഖത്ത് മുറിവുമില്ല, കയ്യും മുറിഞ്ഞിട്ടില്ല. ഇവിടെ ഈ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആ ഒരു പ്രേതം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവളാണെങ്കിൽ ഇവിടെ പ്രേതമുണ്ട്, നിങ്ങളുടെ ഭാര്യയാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവൾ പിടിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതുവല്ല ഹീറോ വിശ്വസിക്കോ? ഒരിക്കലുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ അന്നത്തെ ദിവസം ലിനയ്ക്കാണെങ്കിൽ നല്ല പേടി. അവൾ ഓരോ സമയം റൂമിനകത്ത് നടക്കുമ്പോൾ ജനാല വഴി പുറത്തേക്ക് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്ന് രാത്രിയാവുന്നതും കുറച്ച് സിഗരറ്റ് വലിക്കാമെന്നും പറഞ്ഞ് അവൾ നേരെ വെളിയിലേക്ക് വന്ന് സിഗരറ്റ് വലിക്കുന്ന സമയത്താണ് അടുത്തുള്ള ആ വീടിനകത്ത് ഹീറോയുടെ ശരീരം എന്തായെന്ന് അറിയാൻ വേണ്ടി ആ വീടിനകത്ത് ഈ നടന്നു വരുമ്പോൾ അതിനകത്ത് ഹീറോയിന്റെ ശരീരമായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഇത് കാണുന്ന ലീന ഓടി വന്ന് ഈ ശവശരീരമായിട്ടാണ് നീ ഞങ്ങളെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ അടിക്കുന്നതും പെട്ടെന്ന് അവൾക്ക് തോന്നിയതാണ്. ഹീറോ പറയും, നീ എന്താ പറയുന്നത്? ഇതുമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അവളുടെ ശരീരം അഴുകി പോകാതിരിക്കാൻ വേണ്ടി ഐസ് ഇടുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് അവൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്കാണത് തോന്നിയത്. ഇപ്പം അത് വെച്ചും ലീനയെ ഹീറോ കുറ്റപ്പെടുത്തും. ഇതുപോലെയൊക്കെ നിനക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞിട്ട് അവൻ വീണ്ടും ഈ ഒരു ഐസ് പൊടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിരിക്കും. ഇവിടെ കാണിക്കുമ്പോൾ ഹീറോയിൻ്റെ ശരീരം പകുതി ഇപ്പോൾ അഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം വീണ്ടും ഐസെല്ലാം ഇട്ടിട്ട് ഒരു വിധത്തിൽ റെഡിയാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. അതേസമയം ഈ ഗ്രാമത്തിൽ കാണിക്കുമ്പോൾ ഇവരുടെ വണ്ടിയുടെ മുന്നിലൊരുത്തൻ ചാടിയല്ലോ. അവൻ ഇപ്പോൾ ലീന ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പ്രേതത്തിനെ ഒഴിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ചടങ്ങുകളും മന്ത്രവാദങ്ങളെല്ലാം ചെയ്ത് ഈ ചടങ്ങിൻ്റെ അവസാനം ആ മരത്തിൽ അവർ തീയിടുകയാണ്. അങ്ങനെ ഈ ഒരു തീ പിടിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഈ കാര്യം മനസ്സിലാക്കി അവിടേക്ക് വരുന്നത്. അതുപോലെ അവൻ്റെ കയ്യിൽ തോക്കുരുപ്പുണ്ട്. ഓടി വന്നിട്ടാണ്, എടാ നിനക്കെന്താ ഭ്രാന്താണോ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് വരരുതെന്ന്. ഈ മരത്തിന് തീ പിടിച്ച് അത് കഴിഞ്ഞ് അടുത്തുള്ള ആ വീട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അതിന് കാശ് നിന്റെ അപ്പൂവൻ കൊടുക്കൂ എന്ന് പറയത്തില്ല. എന്നിരുന്നാലും ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും അടിച്ച് ഓടിക്കുമ്പോൾ ലീന പറയുന്നുണ്ട്, ഇല്ല നീ പറഞ്ഞു വിടരുത്, അവരെ കൊണ്ടുവന്നത് ഞാനാണെന്ന് പറയുന്നത്. നിന്റെ ഭാര്യയുടെ പ്രേതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്, അതുപോലും പൂർത്തിയാകാനായിട്ട് നീ സമ്മതിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, പ്രേതവുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല, ഇതെല്ലാം വേറെ അന്ധവിശ്വാസം മാത്രമാണെന്ന് പറയുമ്പോൾ ലീന പറയും, അപ്പോൾ നിനക്കൊന്നുമില്ലല്ലോ, എനിക്കാണല്ലോ എല്ലാ പ്രശ്നവും എന്നും പറഞ്ഞ് അവൾ വീണ്ടും അവനോട് വഴക്കിടാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടിപ്പോൾ ലീന അവൾക്ക് പണവും വേണ്ട, വേറെ ഒന്നും വേണ്ട, അവളുടെ ജീവനാണ് പ്രധാനം എന്നും പറഞ്ഞിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് ഹീറോ വിടുന്ന അവളെ ഒന്ന് തടഞ്ഞിട്ട്, അയ്യോ എന്നെ വിട്ട് പോകരുത്, ഞാൻ ഒറ്റയ്ക്കാണ്, നീ ഇല്ലാതെ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ലീന പറയും, ഇല്ലില്ല, ഇതൊരിക്കലും ശരിയാവത്തില്ല, ഞാൻ പരമാവധി ശ്രമിച്ചു, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ഹീറോ വീണ്ടും അവളോട് പറയുന്നുണ്ട്, ഇല്ല പോകരുത്, പ്ലീസ് എന്നെ വിട്ട് പോകരുത്. ഓക്കെ, നിനക്കൊരു കാര്യം അറിയാം, നീ നിന്റെ ജോലി വിട്ടു, അതേപോലെ തന്നെ നിനക്ക് ജീവിക്കാനായിട്ട് ഇനി വേറെ വഴിയില്ല, ഇതുപോലെ നല്ലൊരു ജീവിതം ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് നീ പോകരുത്, ഇനി 100 ദിവസമാകാൻ വേണ്ടി കുറച്ച് നാൾ കൂടിയുള്ളൂ, അതുവരെ നീ ഒന്ന് ക്ഷമിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്നറിയോ, പണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ചെറിയ വീട്ടിലെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കാം, പക്ഷെ ജീവൻ പോയാൽ അങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് വരുമ്പോൾ ഹീറോ അപ്പോഴും അവളുടെ കാല് പിടിച്ച് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ എന്നും പറഞ്ഞ് അവസാനം ആ സത്യം പറയാണ്. അവൾക്ക് അവസാനമായിട്ട് ആ ഒരു അറ്റാക്ക് വരുമ്പോൾ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ എന്നോട് ഒരുപാട് പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും കേൾക്കാതെ നിനക്ക് വേണ്ടി അവളെ മരിക്കാനായിട്ട് വിട്ടത്, അത് നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി, അത്രത്തോളം എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നില്ല. അവൾക്ക് ജീവൻ മതിയെന്നും പറഞ്ഞിട്ട് അവൾ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴും അവൻ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് അവൾ ആലോചിച്ച് നോക്കുന്നത്. കാരണം അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്.
അതുമല്ല പെട്ടെന്ന് ഒരു വണ്ടി എതിരെ വരുമ്പോൾ നിയന്ത്രണമില്ലാതെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയിട്ട് രക്ഷപ്പെട്ടു. എന്നിരുന്നാലും കുറേ ദൂരം ഓടിച്ചു വന്നിട്ട് ഒരിടത്ത് വണ്ടി നിർത്തി. ഇപ്പോൾ അവൾ നല്ലതുപോലെ കരയാണ്. കാരണം അവനില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല, അതേപോലെ തന്നെ അവനോടൊപ്പവും അവൾക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ കുറേ നേരം ആലോചിച്ചതിന് ശേഷം അവൾ അങ്ങനെ ഈ വണ്ടി തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ അവനോടൊപ്പം ജീവിക്കാനായിട്ട് അവൾ തീരുമാനിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അവനിപ്പോൾ ബാത്റൂമിലാണുള്ളത്. അങ്ങനെ ബാത്ടബിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് പറയും, സോറി, ഞാൻ നിന്നോട് ഒരുപാട് വഴക്കിട്ടു. ഞാൻ നല്ലതുപോലെ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്, നിന്നോടൊപ്പം ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ചിങ്ങനെ പറയുമ്പോൾ അവൻ്റെ മുഖം കാണണം ഇപ്പോൾ സാധാരണ പോലെയൊന്നുമല്ല, നല്ലതുപോലെ മാറിയിട്ടുണ്ട്. സത്യത്തിൽ ഹീറോയിൻ്റെ പ്രേതം വിചാരിച്ചത് എന്താണ്? അവൾ അനുഭവിച്ച ആ കാര്യങ്ങളെല്ലാം അവനും അനുഭവിക്കണം. അതുപോലെ തന്നെ അവളെ ലീനയെ ഇവിടെ നിന്ന് ഓടിച്ചു വേണം. അങ്ങനെ അവൾ പോകുന്നത് വരെയും ഹീറോയിൻ്റെ പ്രേതത്തെ ഒരിക്കലും ഹീറോയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ ലീന അവിടുന്ന് ജീവനെ കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് എന്താണ്, അവൾ മരിക്കാൻ കാരണം ഹീറോ അല്ലേ? അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിട്ടുകൂടാ എന്ന് തീരുമാനിച്ച ഹീറോയിൻ അവൻ്റെ ശരീരത്തിലേക്ക് കയറിയേക്കാണ്. അത് ലീന പോയതിനു ശേഷം ഇപ്പോൾ അതറിയാതെയാണ് ലീന തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനാണ് തീരുമാനിച്ചത്. അതിനിപ്പോൾ എന്ത് തന്നെ വന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെ നേരിടും എന്നെല്ലാം ഹീറോയോട് സംസാരിക്കുന്നത് പോലെ പ്രേതത്തിനോടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവൻ മറുപടി പറയുന്നത്, അവനല്ല, ഹീറോയിൻ്റെ പ്രേതം, നീ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല. അപ്പോൾ ഇത് കേട്ട ലീന പറയും, ഇല്ലല്ലോ, ഒരിക്കലും അങ്ങനെ പറയരുത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത് എന്നും പറഞ്ഞിട്ട് ഇപ്പം അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ദേഹമല്ല ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹീറോയിൻ്റെ പ്രേതത്തിനാണെങ്കിലും നല്ല ദേഷ്യമെന്ന് ആ വിരൽ വെച്ച് സൈഡിൽ ഇങ്ങനെ ചുരണ്ടുന്നുണ്ട്. അതുമല്ല കുറേ നേരം ചുരണ്ടി അവസാനം വിരലിങ്ങനെ പൊട്ടിപ്പോകുന്നതും ഇത് കണ്ട ലീന, അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ കൈ പിടിക്കുമ്പോൾ ഇപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, ആ ദിവസം നിങ്ങളെ ഞാൻ നേരിട്ട് കണ്ട ആ ഒരു ദിവസം എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ എന്നിങ്ങനെ പ്രേതമാണ് സംസാരിക്കുന്നതെന്നറിയാതെ ലീന പറയും, ഇല്ലില്ല, ഒരു കുറ്റബോധവും തോന്നണ്ട, സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു, അത് വിട്ടിട്ട് ഇനി എന്താണെന്ന് ചിന്തിച്ചാൽ മതി എന്ന് പോസിറ്റീവായിട്ട് പ്രേതത്തിനോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ പ്രേതത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? എന്ത് നടന്നത് നടന്നു, ഒരാളെ കൊന്നു, ഒരാളുടെ ജീവൻ തന്നെ പോയി. ഇത്രയും നാളാണെങ്കിൽ ലീനയ്ക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് പോട്ടേന്ന് വയ്ക്കാം. പക്ഷെ ഇപ്പോൾ കാര്യം അറിഞ്ഞിട്ടും, ഹീറോയിനെ കൊന്നതേ ഹീറോ ആണെന്ന് അറിഞ്ഞിട്ടും അവൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാളും ഇവളെ ഒന്നും ചെയ്യാതെ ഹീറോയ്ക്ക് മാത്രം പണി കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അടുത്ത് നിന്ന് ഇവളെ ഓടിച്ച് വിടാന്നുള്ള രീതിയിലാണ് ഹീറോയിൻ ഇത്രയും നാൾ ശ്രമിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ തിരിച്ച് വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ അവൾക്ക് കിട്ടിയ പണിയൊന്നും പോരാ. അത് കഴിഞ്ഞിട്ട് പ്രേതം അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ണാടിയിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ്റെ പ്രേതത്തെയാണ് കാണുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഹീറോ തന്നെയാണ് നടന്നു പോകുന്നത്. ഈ കാര്യം ലീന ഒരിക്കലും കാണുന്നില്ല. അത് കഴിഞ്ഞ് നേരെ ഇരുട്ടിലേക്ക് ചെന്ന് നിൽക്കും. അപ്പോഴേക്കാണ് ലീന പുറകെ ചെന്ന് അവനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ അവനെ വിളിക്കാൻ വേണ്ടി പതിയെ അടുത്തേക്ക് ചെന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഹീറോയിൻ്റെ പ്രേതം ഉണ്ടല്ലോ അവളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയാണ്. ഇപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഡ്രസ്സും എടുത്തിട്ട് അതേപോലെ തന്നെ ഒരു കത്തി എടുത്തു വെച്ച് ലീനയെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ഓടി വരുന്നു. ലീനയ്ക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത്രയും നേരം താൻ പോണ്ടെന്ന് പറഞ്ഞ ഒരുത്തൻ ഇപ്പോൾ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ പ്രേതമാണെന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ല. അവളാണെങ്കിലോ കയ്യിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും പെറുക്കി എറിയുന്നുണ്ട്. അതേപോലെ തന്നെ അവസാനം ആ കത്തി കൊണ്ട് കുത്താനായിട്ട് വരുന്നതും കത്തിയിലേക്ക് കയറി ഒരു ഒറ്റപ്പിടി കൈ നല്ലതുപോലെ മുറിയും. അങ്ങനെ പിടിച്ചിട്ട് ഒറ്റയേറ് ലീന അടുത്തുള്ള ആ ഒരു ജനാലയം തകർത്ത് അടുത്ത റൂമിലേക്കാണ് വന്ന് വീഴുന്നത്. സത്യം പറയല്ലോ, കിട്ടിയ ഗ്യാപ്പിൽ ജീവനും കൊണ്ട് പോയാൽ മതിയായിരുന്നു. സ്നേഹമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് പണി കിട്ടിയത്. എന്നിട്ട് നേരെ വന്ന് അവളുടെ കഴുത്തിൽ പിടിച്ച് അങ്ങനെ തൂക്കിയെടുത്തിട്ട് ചുമരിലേക്ക് ചേർത്ത് നിർത്തി കഴുത്ത് ഞെരിച്ച് തന്നെ അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ലീനയാണെങ്കിൽ കയ്യെത്തി എന്തോ ഒരു പിന്നോ അല്ല ഒരു കമ്പി കിട്ടും. അത് വെച്ച് അവൻ്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. പക്ഷെ അവനാണെങ്കിലോ ചിരിച്ചുകൊണ്ട് ആ ഒരു കമ്പി വലിച്ചങ്ങ് വരും. അങ്ങനെ ഒരവസരത്തിൽ നമ്മുടെ ലീന അവിടെ നിന്ന് അവൻ ഉപയോഗിക്കുന്ന ആ ഒരു തോക്കുണ്ടല്ലോ അത് കയ്യിൽ കിട്ടുന്നതും അതെടുത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. പക്ഷെ അത് ലോഡ് ചെയ്തിട്ടില്ല. ലോഡ് ചെയ്യാൻ നല്ല പാടുണ്ട്. എന്നിരുന്നാലും അവൾ ഒരു വിധത്തിൽ ബുള്ളറ്റ് ലോഡ് ചെയ്ത് അവൻ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവനെ ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ മരിച്ച് താഴേക്ക് വന്ന് വീഴുമ്പോൾ അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവൻ മരിച്ചിട്ടില്ല. വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. കാരണം അവൻ്റെ ശരീരത്തിനുള്ളിൽ പ്രേതമായതുകൊണ്ട് ഒരിക്കലും അവൻ മരിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും എഴുന്നേറ്റ് വരുന്ന കാര്യം കണ്ടിട്ട് ലീന എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി ഇവിടെ നിന്നുകൂടെ രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഓടി വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ ഓടി കാറിനടുത്തേക്ക് വന്നിട്ട് കാർ തുറക്കുമ്പോൾ കാറിൻ്റെ കീ ഇപ്പോൾ വീടിനകത്താണുള്ളത്, എടുക്കാൻ മറന്നുപോയി. വേറെ വഴിയില്ല, ഇനി ഓട്ടം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ലീന അവിടെ നിന്ന് കാടിനകത്തേക്ക് ഓടുന്നതും ഇപ്പോഴാണ് ആ പ്രേതത്തെ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചിരുന്നത്. അങ്ങനെ അവളുടെ പിറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ലീന ഓടി അവസാനം കാടിനകത്തുള്ളൊരു മരത്തിൻ്റെ ചുവടിലായിട്ട് ഒളിച്ചെങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കുമ്പോഴത്തേക്കും പ്രേതം പുറകെ വരുന്നില്ല.
ശരി രക്ഷപ്പെടാനുള്ള സമയമായെന്നും പറഞ്ഞ് അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ പുറകില് ഒരു മരക്കമ്പിന്റെ ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് തിരിയുമ്പോൾ അടുത്ത് അവളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതേപോലെ. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയ അവസാനം ആ ഒരു പുഴയുടെ അടുത്തേക്കാണ് വരുന്നത്. അവിടെ വന്ന് നിന്നിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിലേക്ക് വന്ന് അവളെ പിടിച്ചൊരു ഒറ്റത്തള്ള്. അവൾ നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നതും ഇപ്പോൾ വെള്ളത്തിനടിയിലേക്ക് വന്ന് അവളുടെ കഴുത്തിലേക്ക് പിടിച്ച് നേരെ വെള്ളത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് അടുത്തൊരു പാറയുണ്ടായിരുന്നു അതിലേക്ക് തല കൊണ്ടിടിക്കുമ്പോൾ അപ്പോഴും പറയുന്നുണ്ട്, നീ പ്രേതമായിട്ട് വന്നാലും ഒരിക്കലും അവനെ ഞാൻ വിട്ടുതരത്തില്ല, അവൻ എനിക്കാണെന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ച് ഇടിച്ചിടിച്ചിടിച്ച അവസാനം ലീനയെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവളെ പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് മുക്കി വിടുന്നതും അവൾ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ലീന കണ്ണുറക്കുന്നത് കാണിക്കുമ്പോൾ അവളിപ്പോൾ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കാണ്. ഇവളെങ്ങനെ ഈ പെട്ടിക്കുള്ളിൽ വന്നു എന്നാലോചിച്ചിട്ട് അവൾ ചുറ്റിനും നോക്കുമ്പോൾ ആ പ്രേതം ചുറ്റിനും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രേതത്തിന്റെ കളിയായിരിക്കാം എന്ന് വിചാരിച്ച് അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ കണ്ണാടി പെട്ടിക്ക് മുകളിലേക്ക് രക്തം വന്നിങ്ങനെ വീഴാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അതിന് മുകളിൽ നിന്ന് ആ ഒരു പ്രേതം അവളുടെ അടുത്തേക്ക് വരുന്നതും ഇത് കണ്ട് അവള് പേടിച്ച് വേണ്ടാന്ന് പറഞ്ഞ് അലറി വിളിച്ചിങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞ് അവസാനം കണ്ണുറക്കുമ്പോൾ ഈ ശവപ്പെട്ടി ഉണ്ടല്ലോ അതിന്റെ മൂടി പതിയെ തുറക്കാണ്. എന്നിട്ട് അവിടെ നിന്നും അങ്ങനെ കൊണ്ടുവന്നൊരു ഒറ്റയേറ് ഒരു വലിയ പടിക്കട്ടിൽ നിന്നും ഉരുണ്ട് നേരെ അവൾ താഴേക്ക് വന്ന് വീഴും. അതുപോലെ താഴെ വന്ന് വീഴുമ്പോൾ അവളുടെ കാലിന് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ താഴെ വീണ് അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വേദനാറിനെ ഇങ്ങനെ കരയുമ്പോഴത്തേക്കും അപ്പോഴും വെറുതെ വിടുന്നില്ല. അങ്ങനെ വന്ന് അവളുടെ കഴുത്തിൽ പിടിച്ചിട്ട് മരിക്കുമ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവണമെന്നല്ലേ നീ പറഞ്ഞ്, അങ്ങനെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ കാണിക്കുമ്പോൾ വീണ്ടും അവരുടെ ആ ഒരു വീടുണ്ടല്ലോ അതിന് വെളിയിൽ നിന്നും ലീനയെ വലിച്ച് വീടിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഹീറോ ഉണ്ടല്ലോ അവൻ കണ്ണു തുറക്കുമ്പോൾ രണ്ടുപേരുടെ ശരീരവും അടുത്തടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇത്രയും നേരം നടന്ന ഒരു കാര്യം അവൻ അറിയത്തില്ല. കാരണം അതെല്ലാം ഒരു പ്രേതം ചെയ്തതുകൊണ്ട് തന്നെ അവൻ ഒരു കാര്യം ഓർമ്മയില്ല. അതും കൂടാതെ അവൻ ഇപ്പോഴാണ് ശരീരം മുഴുവനായിട്ട് വേദന എടുക്കുന്നത്. കാരണം തോളിൽ കുത്തി അതേപോലെ തന്നെ കാലിൽ ഷൂട്ട് ചെയ്തു. ഇതിൻ്റെ എല്ലാം വേദന ഇപ്പോഴുണ്ടാവുമല്ലോ. അതുപോലെ അലറി വിളിക്കുമ്പോൾ ഇവൻ എങ്ങനെ ഈ ശവപ്പെട്ടിക്കുള്ളിൽ വന്നു എന്ന് അവന് തന്നെ മനസ്സിലാവുന്നില്ല. അലറി വിളിക്കുകയാണ്. അതുമല്ല ആ ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന ഹീറോയിൻ്റെ ശരീരം ഇപ്പോൾ അഴുകിപ്പോയി. കൂടാതെ നല്ലതുപോലെ പുഴുവെല്ലാം എടുക്കുന്നുണ്ട്. ഈ പുഴുവെല്ലാം ഈ ശവപ്പെട്ടിക്ക് അടിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഹീറോയ്ക്ക് ഈ ഒരു ശിക്ഷയാണെങ്കിൽ ലിനയ്ക്ക് എന്ത് ശിക്ഷയാണെന്നറിയോ? ആ ശവപ്പെട്ടിക്ക് അടിയിലായിട്ട് ലിന കിടപ്പുണ്ട്, അനങ്ങാൻ കഴിയാതെ. അതുപോലെ മുകളിൽ നിന്ന് വീഴുന്ന ആ ഒരു പുഴുക്കളെല്ലാം വന്ന് വീഴുന്നതോ ഇവളുടെ ദേഹത്തേക്ക്. ഇപ്പോൾ മുകളിൽ ഹീറോ കിടന്ന് അലറി വിളിക്കുന്നതും അടിയിലാണെങ്കിലോ അവൾക്ക് ശബ്ദം പോലും ഉണ്ടാക്കാൻ കഴിയാതെ അങ്ങനെ തന്നെ അനങ്ങാതെ കിടക്കുകയാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു ശിക്ഷ തന്നെ കൊടുത്താൽ മതിയോ അതോ ഇതിലും കൂടുതലും എന്തെങ്കിലും കൊടുക്കണമായിരുന്നോ? മൂവി കണ്ട സ്ഥിതിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഇത് തന്നെ ധാരാളമാണ്. സത്യം പറയാലോ, കണ്ട് ഞാൻ തന്നെ അവർക്ക് കൊടുത്ത ആ ഒരു ശിക്ഷ കണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഹീറോയിൻ്റെ അവസ്ഥയും അവളുടെ മരണവും എല്ലാം കൂടി കണക്കിലെടുത്ത് വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.